ടി എം എല്ലിലെ ലിസ്റ്റ് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്. എച്ച് ടി എം എൽ ലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സെറ്റ് ഓഫ് റിലേറ്റഡ് ഐറ്റംസിനെ ഗ്രൂപ്പ് ചെയ്ത് കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ലിസ്റ്റ്. ഓക്കെ, നമുക്ക് ഒരു ഡോക്യുമെൻറ്റിൽ നമ്മൾ ചെയ്യുന്ന എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റിൽ ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്ത് കാണിക്കണം. ഇപ്പോൾ ലിസ്റ്റിനെ നമുക്ക് പലതായിട്ട് തിരിക്കാം. അൺഓർഡേർഡ് ലിസ്റ്റ്, ഓർഡേർഡ് ലിസ്റ്റ് ആൻഡ് ഡെഫിനിഷൻ ലിസ്റ്റ്. അതായത് നമുക്കിപ്പോൾ ഒരു ലിസ്റ്റ് ഐറ്റംസ് നമുക്ക് അൺഓർഡേർഡ് ആയിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ അൺഓർഡേർഡ് ആയിട്ട് ഇപ്പോൾ എക്സാമ്പിളായിട്ട് കുറച്ച് സ്ഥലങ്ങളുടെ പേര് വെറുതെ ലിസ്റ്റ് ചെയ്ത് കാണിക്കണം, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ട്സുകളുടെ നെയിം കുറച്ച് ലിസ്റ്റ് ചെയ്ത് കാണിക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് അൺഓർഡേർഡ് ലിസ്റ്റാണ്. അതേസമയം ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഒരു പ്രത്യേക പ്രൊസീജിയറിൻ്റെ സ്റ്റെപ്സ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4 ഇങ്ങനെ പറയേണ്ടി വരും. അല്ലെങ്കിൽ 1, 2, 3 എന്നുള്ള ഒരു നമ്പർ ഇട്ടിട്ടോ, അല്ലെങ്കിൽ നമുക്കൊരു പോയിൻറ്റ്സ് പറയാൻ ABCD എന്നിട്ടിട്ട് ഒരു പോയിൻറ്റ്സ് പറയാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഓർഡേർഡ് ലിസ്റ്റ്. ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അബ്രിവേഷൻ അല്ലെങ്കിൽ ഒരു ടേം, ആ ടേമിൻ്റെ ഡെഫിനിഷൻ. ഈ രീതിയിൽ നമുക്കൊരു ലിസ്റ്റിനെ പ്രിപ്പയർ ചെയ്യാനാണ് ഡെഫിനിഷൻ ലിസ്റ്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ അൺഓർഡേർഡ് ലിസ്റ്റ് എന്നുള്ളത് എങ്ങനെയാണ്? നമ്മൾ അൺഓർഡേർഡ് ലിസ്റ്റ് വരാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് UL എന്നുള്ള ടാഗുമാണ്. UL എന്നുള്ള ടാഗ്, ആ UL എന്നുള്ള ടാഗ് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ അതിൻ്റെ UL ടാഗ് ഒരു ബ്ലോക്ക് ടാഗാണ്. ഒരു സ്റ്റാർട്ടിംഗ് ഉണ്ട്, എൻഡിങ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എഴുതുന്നതിനെല്ലാം നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് എഴുതാം. അപ്പോൾ ഓരോ ഐറ്റം ലിസ്റ്റിലുള്ള ഓരോ ഐറ്റംസിനെയും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് LI എന്ന് പറഞ്ഞിട്ടൊരു ടാഗ് ഉണ്ട്. ഓക്കെ, ലിസ്റ്റ് ഐറ്റം LI എന്നുള്ള ഒരു ടാഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സാധാരണ UL ടാഗിൻ്റെ ഉള്ളിൽ LI എന്നുള്ള ടാഗ് ഉണ്ടാവും. ഓരോ LI റെപ്രസെൻറ്റ് ചെയ്യുന്നു ഓരോ ലിസ്റ്റ് ഐറ്റംസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ അൺഓർഡേർഡ് ലിസ്റ്റിലെ ഓരോ ലിസ്റ്റ് ഐറ്റത്തിന് മുന്നിൽ ഒരു ബുള്ളറ്റ് ഉണ്ടായിരിക്കും, ഒരു ബുള്ളറ്റ് സിമ്പൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ബുള്ളറ്റ് സിമ്പലെ നമുക്ക് മാറ്റാം. ഇപ്പോൾ സാധാരണ നമുക്ക് ഇപ്പം HTML നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ആട്രിബ്യൂട്ടാണ്, ടൈപ്പ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ടാണ്. കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ് യൂസ് ചെയ്തിട്ട് അതിന് കൂടുതലായിട്ട് കസ്റ്റമൈസ് ചെയ്യാം. ഇപ്പം സാധാരണ പ്യുവർ HTML ആകുമ്പോൾ നമുക്ക് ടൈപ്പ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ULൻ്റെ കൂടെ യൂസ് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് കൊടുക്കാവുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഡിസ്ക് കാണിക്കാം, ഡിസ്കിൻ്റെ പോലത്തെ ഒരു സിമ്പിൾ കാണിക്കാം, ഒരു സ്ക്വയർ സിമ്പിൾ കാണിക്കാം, അല്ലെങ്കിൽ സർക്കിൾ കാണിക്കാം. ടൈപ്പ് എന്നുള്ള ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂസ് ഉപയോഗിച്ചിട്ടാണ് അത് നമ്മൾ പറയുന്നത്. ഓക്കെ, ദെൻ ഓർഡേർഡ് ലിസ്റ്റ്, നമുക്കൊരു ഐറ്റം 1 ഒരു ഐറ്റം ഡീറ്റെയിൽ കൊടുക്കണം, 2 അടുത്തൊരു ഐറ്റം ഡീറ്റെയിൽ കൊടുക്കണം. ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരുമ്പോഴാണ് ഓർഡേർഡ് ലിസ്റ്റ്. ദി ഓർഡേർഡ് ലിസ്റ്റ് ഓഫ് എൻ ലിസ്റ്റ് ഈസ് ഷോൺ ഇൻ ദ ഡിസ്പ്ലേ ഓഫ് ദ ലിസ്റ്റ് ബൈ ദ ഇംപ്ലിസിറ്റ് അറ്റാച്ച്മെൻറ്റ് ഓഫ് എ സീക്വൻസ് വാല്യൂ 1, 2, 3, 4, 5 ഓർ ABCD അല്ലെങ്കിൽ റോമൻ ലെറ്റർ 1, 2, 3, 4 ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡിഫോൾട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് 1, 2, 3 എന്നുള്ള രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ ഓർഡേർഡ് ലിസ്റ്റ് കൊണ്ടുവരാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് OL എന്നാണ്. ആ OL എന്ന് പറഞ്ഞ ടാഗിൻ്റെ ഉള്ളിൽ ഓരോ ഐറ്റംസിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് LI എന്നുള്ള ഒരു ടാഗ് ഉണ്ട്. LI എന്നുള്ള ടാഗ് യൂസ് ചെയ്തിട്ടാണ് OL അതായത് ഓർഡേർഡ് ലിസ്റ്റിലെ ഓരോ ഐറ്റത്തിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓർഡേർഡ് ലിസ്റ്റിൽ നമുക്കൊരു ആട്രിബ്യൂട്ട് ഉണ്ട്, ടൈപ്പ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഈ ടൈപ്പ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ABCD എന്നുള്ളതാവാം നമ്മുടെ ലിസ്റ്റിൻ്റെ ബുള്ളറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 1, 2, 3, 4 എന്നൊരു അറബിക് ലെറ്റേഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റോമൻ ലെറ്റേഴ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ലിസ്റ്റ് ഐറ്റംസ്, ഒരു ലിസ്റ്റ് നമ്മൾ കുറച്ച് ഭാഗം 1 to 4 വരെ ഡിസ്പ്ലേ ചെയ്തു, അതിന് ഒരു ഇൻ്റർവെല്ലിൽ കുറച്ച് ഡോക്യുമെൻറ്റിൽ കുറച്ച് പോർഷൻ കഴിഞ്ഞിട്ടാണ് 4 to 5, 6, 7 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ലിസ്റ്റ് ഐറ്റംസ് നമുക്ക് വേണമെങ്കിൽ ഇന്ന നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വേണമെങ്കിൽ പറയാം. അതിനാണ് സ്റ്റാർട്ട് എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലിസ്റ്റ് ഓർഡേർഡ് ലിസ്റ്റ്. ദെൻ അടുത്ത ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണുന്നത്. UL എന്നുള്ള ടാഗ് ഉണ്ട്, UL സ്റ്റാർട്ടിംഗ് ഉണ്ട്, എൻഡിങ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? LI എന്നുള്ള ടാഗ് യൂസ് ചെയ്യുന്നത്. അതിൽ ഓരോ LI ടാഗും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓരോ ഐറ്റത്തിനെയാണ്. അതുപോലെ തന്നെ OL എന്നുള്ളൊരു ടാഗ് ഉണ്ട്, ഓർഡേർഡ് ലിസ്റ്റ്. അതിൻ്റെ ഉള്ളിൽ അവസാനം ഓർഡേർഡ് ലിസ്റ്റ് ക്ലോസ് ചെയ്യുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ എലമെൻറ്റിനും റെപ്രസെൻറ്റ് ചെയ്യുന്നത് LI എന്നുള്ള ഐറ്റംസ് യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ടാഗ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള ഓർഡേർഡ് ലിസ്റ്റിലാകുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഐറ്റംസും ബുള്ളറ്റ്സ് ഇട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിലുള്ളത് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഓരോന്നും ഒരു സീക്വൻഷ്യൽ നമ്പർ 1 to ഇപ്പോൾ ഇവിടുത്തെ കേസിൽ 1, 2, 3, 4 വരെയുള്ള സീക്വൻഷ്യൽ നമ്പർ ഇട്ടിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ദെൻ ഓർഡേർഡ് ലിസ്റ്റ് ഡെഫിനിഷൻ ലിസ്റ്റ് ആർ യൂസ്ഡ് ടു സ്പെസിഫൈ ലിസ്റ്റ് ഓഫ് ടേംസ് ആൻഡ് ദെയർ ഡെഫിനിഷൻ. ഒരു ടേം അതിൻ്റെ ഡെഫിനിഷൻ, ഈ രീതിയിൽ നമുക്കൊരു ലിസ്റ്റ് കാണിക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡെഫിനിഷൻ ലിസ്റ്റ്. ഇപ്പോൾ ഡെഫിനിഷൻ ലിസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടാഗുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ ടാഗ് ഡെഫിനിഷൻ ലിസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി DL. ദെൻ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ടേമും റെപ്രസെൻറ്റ് ചെയ്യണം, ടേമിൻ്റെ ഡെഫിനിഷനും റെപ്രസെൻറ്റ് ചെയ്യണം. ടേമും റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് DT എന്നുള്ള ടാഗും
ആ ഡെഫിനിഷൻ്റെ ഡിസ്ക്രിപ്ഷൻ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഡി ഡി എന്നുള്ള ടാഗും യൂസ് ചെയ്യുന്നു. ഡി എൽ ആൻഡ് ഡി ഡി. അപ്പോൾ ഡി എൽ എഴുതും സ്റ്റാർട്ടിംഗ് ടാഗ്, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഡി എൽ സ്റ്റാർട്ടിംഗ് ടാഗ്, ഡി എൽ എൻഡിങ് ടാഗ്. അതിലെന്ത് ഉപയോഗിക്കുന്നത്, ഓരോ ഡെഫിനിഷൻ ടേമിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വരുന്ന ഡെഫിനിഷൻ ഡിസ്ക്രിപ്ഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വരുന്നത്. ഈ രീതിയിലുള്ള ടാഗുകളെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. ആദ്യം നമുക്ക് ഈ ടാഗ് നോക്കാം. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ ഈ കാണുന്ന ടാഗ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഒരു HTML ടാഗാണ്. ഓക്കെ, HTML നമ്മുടെ ഹെഡിങ് സെഷൻ എഴുതുന്നു. ഹെഡിങ് ടാഗ് അതിൻ്റെ ഉള്ളിൽ ലിസ്റ്റ് എഴുതി. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നോക്കൂ, നമ്മുടെ ബോഡി ടാഗിൻ്റെ ഉള്ളിൽ നോക്കാം. ബോഡി ടാഗിൻ്റെ ഉള്ളിൽ നമ്മളൊരു അൺഓർഡർ ലിസ്റ്റ്, ഒരു ഹെഡിങ് കാണിക്കാനായിട്ട് H1, അതിൻ്റെ സബ് ഹെഡിങ് ആയിട്ട് H2ലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ദെൻ അതിലെ ഐറ്റംസ് നോക്കുക, UL കണ്ടോ, HLI ലിസ്റ്റ് ഐറ്റം, വിൻഡോസ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ അൺഓർഡേഡ് ലിസ്റ്റ്, അതിൽ ഓരോ ഐറ്റംസ് ആയിട്ട് വിൻഡോസ്, മാക്ക്, ലിനക്സ്. അതുപോലെ അടുത്ത വേറൊരു ലിസ്റ്റും കൂടി ഇതിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുകയാണ്, UL വീണ്ടും. അപ്പോൾ ആ ലിസ്റ്റ് അവിടെ അവസാനിച്ചു. ഇനി വീണ്ടും ഒരു ലിസ്റ്റ് കൂടി ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ നോക്കൂ, വീണ്ടും ബ്രാഞ്ചസ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുത്തിട്ട് വീണ്ടും ഒരു ലിസ്റ്റ്, UL, ലിസ്റ്റ് ഐറ്റം ബോംബെ, ലിസ്റ്റ് ഐറ്റം കൽക്കട്ട, ലിസ്റ്റ് ഐറ്റം മദ്രാസ്. ഇപ്പം എങ്ങനെ നമുക്ക് കാണാം, ഇതൊന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, നോക്കൂ, ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ ലിസ്റ്റ്. ഒരു ഹെഡിങ് കൊടുത്തിട്ടുള്ളതാണ് അത് വരുന്നത്. ഇതാണ് നമ്മൾ UL എന്നുള്ള ടാഗ് യൂസ് ചെയ്തിട്ട് കാണിക്കുന്നത്. ഓക്കെ, വിൻഡോസ്, മാക്ക്, ലിനക്സ്. വേറൊരു ലിസ്റ്റാണ് ബോംബെ, കൽക്കട്ട. അപ്പോൾ ഈ രീതിയിൽ ബുള്ളറ്റ് സിമ്പിളാണ് വരുന്നത്. ഇതുകൊണ്ട് ഇതിനെ നമ്മളെന്ന് പറയുന്നു അൺഓർഡേർഡ് ലിസ്റ്റ്. ഇനി നമുക്ക് ഇതിനെ ഒരു ഓർഡേർഡ് ലിസ്റ്റാക്കി മാറ്റി നോക്കാം. ഓർഡേർഡ് ലിസ്റ്റ് ആക്കണമെങ്കിൽ നമ്മുടെ ടാഗ് എന്താവണം, അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ആ ബുള്ളറ്റ് ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് നോക്കാം. ടൈപ്പ് ഈക്വൽ ടു, ഞാൻ ഇവിടെ ടൈപ്പ് സ്പെസിഫിക് ആയിട്ട് പറയാം, സർക്കിൾ. ഡിഫോൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് വെച്ചാൽ, ഡിഫോൾട്ട് എന്ന് പറയുന്നത് ഡിസ്ക് ആയിരിക്കും, ഒരു കറുത്ത ഡിസ്ക് പോലെ കാണിക്കും. ഇവിടെ ഞാൻ വീണ്ടും ഇതിന് സ്ക്വയർ എന്ന് കൊടുക്കാം. ടൈപ്പ് ഈക്വൽ ടു സ്ക്വയർ, SQUARE, സ്ക്വയർ. ഓക്കെ, നമുക്കൊന്ന് നോക്കി നോക്കാം. നോക്കൂ, ഇവിടുത്തെ കേസിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, നോക്കൂ, കണ്ട വിൻഡോസിൻ്റെ മുമ്പിൽ ഒരു സർക്കിൾ. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിച്ച ബുള്ളറ്റ് സർക്കിളാണ്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ഉപയോഗിക്കാം, സ്ക്വയർ. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ അൺഓർഡേർഡ് ലിസ്റ്റ്. ഇനി ഓർഡേർഡ് ലിസ്റ്റ് ആകുമ്പോൾ പ്രത്യേകത, UL എന്നുള്ള ടാഗിന് പകരം OL എന്നുള്ള ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നു. OL. അപ്പോൾ ക്ലോസിങ്ങിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം, OL എന്ന് യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് ടൈപ്പ് സർക്കിൾ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ടൈപ്പ് ഞാൻ പറയുന്നില്ല. ഓക്കെ, അഗെയിൻ ഇതും ഞാൻ ഓർഡേർഡ് ലിസ്റ്റായിട്ട് കാണിക്കുകയാണ്. ഓർഡേർഡ് ലിസ്റ്റ്, OL എന്നുള്ള ടാഗാണ് ഓർഡേർഡ് ലിസ്റ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടാഗ്, OL. ഓക്കെ, OL ആകുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത് നോക്കാം. ഓക്കെ, സേവ് ചെയ്യാം. അൺഓർഡേർഡ് ലിസ്റ്റിന് ബുള്ളറ്റാണ് കാണിച്ചത്. ഓർഡേർഡ് ലിസ്റ്റ് ആകുമ്പോൾ നോക്കൂ, 1 2 3 1 2 3. ഇവിടെ നമ്മൾ ടൈപ്പ് ഒന്നും സ്പെസിഫൈ ചെയ്യാത്തതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എന്തെന്ന് പറഞ്ഞു, 1 വിൻഡോസ്, 2 മാക്ക്, 3 യുനിക്സ്, 1 ബോംബെ, 2 കൽക്കട്ട, 3 മദ്രാസ്. ഓക്കെ, ഇങ്ങനെ കാണിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ കസ്റ്റമൈസ് ചെയ്യാം. OL ടാഗിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ഉപയോഗിക്കാം, OL ടാഗിൻ്റെ കൂടെ വേണമെങ്കിൽ ഞാൻ ടൈപ്പ് ഈസ് ഈക്വൽ ടു A എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടുത്തെ കേസിൽ ABCD എന്ന് വരും. ഇവിടെ ഞാൻ ടൈപ്പ് ഈക്വൽ ടു I എന്ന് കൊടുക്കും. അപ്പോൾ റോമൻ ലെറ്റർ കാണിക്കും. നോക്കാം, നോക്കൂ, നമ്മുടെ ഓർഡേർഡ് ലിസ്റ്റിൻ്റെ ഓർഡേർഡ് ലിസ്റ്റിൻ്റെ ഹെഡിങ് മാറ്റിയിട്ടില്ല, വിൻഡോസ്, മാക്ക്. അപ്പോൾ അവിടെ ABC, A എന്നാണ് ഞാൻ ടൈപ്പ് കൊടുത്തത്. നോക്കൂ, നമ്മുടെ ടൈപ്പ് നോക്കൂ, A എന്നാണ് ഞാൻ കൊടുത്തത്. ഇവിടെ ടൈപ്പ് A എന്ന് കൊടുത്തു, ഇവിടെ ഞാൻ ടൈപ്പ് I എന്ന് കൊടുത്തു. ഇനി നമുക്ക് വേണമെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററും കൊടുക്കാം. ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ക്യാപിറ്റൽ ലെറ്റർ വരും. A എന്നുള്ള ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തു, ഇവിടെ ഞാൻ I എന്നുള്ള ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തു. അപ്പോൾ അതിനനുസരിച്ച് മാറ്റം വരും. നോക്കാം, കണ്ടോ, A എന്നുള്ള ക്യാപിറ്റൽ ലെറ്റർ ആയി. ഓക്കെ, ഈ രീതിയിലുള്ള ലിസ്റ്റ് എന്നുള്ള പറയാനാണ് ഒരു സീക്വൻഷ്യൽ നമ്പർ വരുന്നു. ഇനിയിപ്പോൾ ഇതല്ല, നമുക്കൊരു ലിസ്റ്റ് വേണമെങ്കിൽ ഒരു പ്രത്യേക
നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും വേണമെങ്കിൽ ഉപയോഗിക്കാം. സ്റ്റാർട്ട് ഞാൻ ടൈപ്പ് ഈക്വൽ ടു ഐ എന്ന് എഴുതിയിട്ടുണ്ട്, സ്റ്റാർട്ട് ഈക്വൽ ടു 5 എന്ന് എഴുതിയിട്ടുണ്ട്. എന്ത് സംഭവിക്കുന്നു നോക്കാം. നോക്കൂ, അതായത് 5 എന്നാണ് ഞാൻ കൊടുത്തത്, പക്ഷേ ഇവിടെ റോമൻ ലെറ്റർ 5 കാണിക്കുന്നുണ്ടോ, 5, 6, 7. ഈ രീതിയിൽ നമുക്ക് ലിസ്റ്റിനെ, ഓർഡേർഡ് ലിസ്റ്റിനെ കസ്റ്റമൈസ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തൊരു ലിസ്റ്റ് ഉള്ളതാണ് ഡെഫിനിഷൻ ലിസ്റ്റ്. ഡെഫിനിഷൻ ലിസ്റ്റ് ഒരു ഡെഫിനിഷൻ, അതിൻ്റെ ഡീറ്റെയിൽ ആ രീതിയിൽ വരുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിതൊന്ന് നോക്കി നോക്കാം. ഡെഫിനിഷൻ ലിസ്റ്റ്, ഡെഫിനിഷൻ ലിസ്റ്റ്. ഓക്കെ, ജസ്റ്റ് ഹെഡിങ് ഒന്ന് മാറ്റാം. ഡെഫിനിഷൻ ലിസ്റ്റ്. ഓക്കെ, നോക്കാം ഡെഫിനിഷൻ ലിസ്റ്റ് എങ്ങനെ ഇരിക്കും. ഉണ്ടോ, ഒരു ഹെഡിങ്, അതിൻ്റെ സബ് ഹെഡിങ്. ഈ രീതിയിൽ പോണതിനെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ കോഫി എന്നുള്ളത് ടേം, അതിൻ്റെ എക്സ്പാൻഷൻ. മിൽക്ക് എന്നുള്ള ടേം, അതിൻ്റെ എക്സ്പാൻഷൻ. അതിൻ്റെ ഡെഫിനിഷൻ്റെ ഡിസ്ക്രിപ്ഷനാണ് DD. അത് DT കോഫിയിൽ എഴുതിയിട്ടുണ്ടാവും, DD എന്നുള്ളത് DT. നോക്കൂ, DT കോഫി, ദെൻ DD ഉണ്ടോ ബ്ലാക്ക് കോഫി, DT മിൽക്ക്, ദെൻ അതിൻ്റെ ഡെഫിനിഷൻ എഴുതി. ഈ രീതിയിൽ എഴുതുന്നതിനാണ് നമ്മൾ പറയുന്നത് ഡെഫിനിഷൻ ലിസ്റ്റ്. ഇത് നമുക്ക് ഭംഗിയായിട്ട് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സ്റ്റൈൽ സ്റ്റേറ്റിംഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും. ഓക്കെ, അപ്പോൾ 3 തരത്തിലുള്ള ടാഗുകളാണ്, മൂന്ന് ടാഗുകളാണ് നമ്മൾ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് HTML യൂസ് ചെയ്യുന്നത്. ഓർഡേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ്, ഡെഫിനിഷൻ ലിസ്റ്റ്. ULA, OLA ആൻഡ് DLA. ഡെഫിനിഷൻ ഓർഡേർഡ് ലിസ്റ്റിലെയും അൺഓർഡേർഡ് ലിസ്റ്റിലെയും ഐറ്റംസിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് LI ടാഗ്, അതിൻ്റെ ആട്രിബ്യൂട്ടായിട്ട് ടൈപ്പ് എന്നുള്ളൊരു ആട്രിബ്യൂട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ദെൻ ഡെഫിനിഷൻ ലിസ്റ്റിലാകുമ്പോൾ നമുക്ക് ഐറ്റംസ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് 2 ടാഗ് ഉണ്ട്. ഒന്ന് ഡെഫിനിഷൻ ടൈം DT, ദെൻ ഡെഫിനിഷൻ ഡിസ്ക്രിപ്ഷൻ DD. ഓക്കെ.